ഈ അനുഭവം എന്നോട് പങ്കുവെച്ചത് ഗുരുവായൂരിനടുത്ത് താമസിക്കുന്ന ഒരു അധ്യാപികയാണ്. എൻ്റെ യഥാർത്ഥ പേര് ദയവായി എഴുതരുത്. തുടക്കത്തിലേ അവർ എന്നോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇത് ആ അധ്യാപികയുടെ മാത്രം കഥയല്ല, സങ്കടങ്ങളുടെ ചുഴിയിൽപ്പെട്ട് വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളുടെ കഥയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് അവളെ ദേവിക എന്ന് വിളിക്കാം. ദേവികയ്ക്ക് അന്ന് 24 വയസ്സായിരുന്നു. നന്നായി പഠിച്ച പെൺകുട്ടി. അച്ഛൻ വിരമിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ഇനി മകൾക്കൊരു നല്ല വിവാഹം എന്നത് മാത്രമായിരുന്നു അവളുടെ അമ്മയുടെ ഒരേ ഒരു പ്രാർത്ഥന. കുറേ ആലോചനകൾ വന്നെങ്കിലും പല കാരണങ്ങളാൽ ഒന്നും ഒത്തുവന്നില്ല. ഒടുവിലാണ് എല്ലാവർക്കും തികച്ചും അനുയോജ്യമെന്ന് തോന്നിയ ആ ബന്ധം വരുന്നത്. പയ്യൻ വിദേശത്ത് നല്ല നിലയിൽ ജോലി ചെയ്യുന്നു. മാന്യമായ കുടുംബം, ജാതകപ്പൊരുത്തവും സാമ്പത്തികവുമെല്ലാം ഒത്തുവന്നപ്പോൾ ആ വീട്ടിൽ സന്തോഷത്തിൻ്റെ അലയൊലികൾ മുഴങ്ങി. പെട്ടെന്ന് തന്നെ നിശ്ചയം കഴിഞ്ഞു. വിവാഹ ദിവസവും കുറിച്ചു. വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് ഒരുപാട് പ്രതീക്ഷയോടെ ആ കുടുംബം ഗുരുവായൂരിലെത്തി. മന്ത്രകോടിയും സ്വർണ്ണത്താലിയും കണ്ണൻ്റെ നടയിൽ സമർപ്പിച്ച് അവർ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഭക്തരുടെ തിരക്കിനിടയിലും ശ്രീകോവിലിന് മുന്നിൽ ദേവിക അല്പനേരം കണ്ണടച്ചു നിന്നു. കണ്ണാ, ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഇവിടെ നിന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യവും ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ഇതും. എല്ലാം മംഗളമാകണേ കൃഷ്ണ. എന്നാൽ എന്തുകൊണ്ടോ ആ തിരുനടയിൽ നിന്നിട്ടും അന്ന് അവളുടെ മനസ്സിന് ഒരു ശാന്തിയും അനുഭവപ്പെട്ടിരുന്നില്ല. ഉള്ളിൽ വല്ലാത്തൊരു ഭയവും അങ്കലാപ്പും. വിവാഹം അടുത്തതിൻ്റെ പരിഭ്രമമാണോ അറിയില്ല. കുറച്ചു സമയം നാലമ്പലത്തിലെ അനന്തശായി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു. ഭഗവാനെ, എനിക്ക് ഹിതമല്ലാത്തതൊന്നും നീ എനിക്ക് തരില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. എപ്പോഴും കൂടെ ഉണ്ടാകണേ. പുറത്തിറങ്ങിയപ്പോൾ അമ്മ ചോദിച്ചു, എന്താ മോളെ, മുഖത്തൊരു സങ്കടം പോലെ? ഒന്നുമില്ലമ്മേ. അവൾ നിർബന്ധപൂർവം ചുണ്ടിൽ ഒരു ചിരി വരുത്തി. പക്ഷേ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയായിരുന്നു ആ മനസ്സിൻ്റെ അസ്വസ്ഥത എന്ന് അവളപ്പോൾ അറിഞ്ഞിരുന്നില്ല. വിവാഹത്തിന് കൃത്യം 3 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ആ കരിനിഴൽ വീണത്. അപ്രതീക്ഷിതമായി വരൻ്റെ വീട്ടുകാരിൽ നിന്നും ആ സന്ദേശമെത്തി. ഈ വിവാഹത്തിൽ നിന്നും ഞങ്ങൾ പിന്മാറുന്നു. ആ യുവാവിന് മറ്റൊരു പെൺകുട്ടിയുമായി വർഷങ്ങളായുള്ള പ്രണയബന്ധമുണ്ടായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിനും ഭീഷണിക്കും വഴങ്ങിയാണ് അവൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. എന്നാൽ ദേവികയുടെ കഴുത്തിൽ താലി കെട്ടാൻ സ്വന്തം മനസ്സ് അനുവദിക്കുന്നില്ലെന്ന് അവൻ ഒടുവിൽ തുറന്നു പറഞ്ഞു. ആ വാർത്ത വന്നതോടെ ദേവികയുടെ വീട്ടിൽ സമയം തന്നെ നിശ്ചലമായതുപോലെയായി. കല്യാണപ്പന്തൽ ഉയരേണ്ടിയിരുന്ന ആ മുറ്റത്ത് ശ്മശാന മൂകത പടർന്നു. ബന്ധുക്കളുടെ ചോദ്യങ്ങൾ, നാട്ടുകാരുടെ കുത്തുവാക്കുകൾ, സഹതാപം നിറഞ്ഞ നോട്ടങ്ങൾ. അച്ഛൻ ഒരു വാക്ക് പോലും മിണ്ടാതെ നിശബ്ദനായി തളർന്നിരുന്നു. അമ്മയും വല്ലാതെ തളർന്നുപോയിരുന്നു. അപമാനഭാരത്താൽ ഉരുകുമ്പോഴും ദേവിക മാത്രം കരഞ്ഞില്ല. അവൾക്ക് കണ്ണീർ പോലും വറ്റിപ്പോയിരുന്നു. പിറ്റേന്ന് പുലർച്ചെ വീട്ടിൽ ആരോടും പറയാതെ അവളൊരു ഭ്രാന്തിയെപ്പോലെ ഗുരുവായൂരിലേക്ക് വണ്ടി കയറി. ക്ഷേത്രത്തിലെ നല്ല തിരക്ക്. കാത്തിരുന്ന ശ്രീകോവിലിന് മുന്നിലെത്തിയപ്പോൾ ഒരു വാക്ക് പോലും പ്രാർത്ഥിക്കാൻ അവൾക്കായില്ല. കണ്ണുകൾ നിറഞ്ഞിരുന്നു. കണ്ണൻ്റെ പീതാംബരവും ആ മുഖത്തെ മന്ദഹാസവും മങ്ങി മങ്ങി വന്നു. ഒടുവിൽ അവളുടെ കണ്ണുകൾ അണപൊട്ടിയൊഴുകി. തൊണ്ടയിടറി വിതുമ്പിക്കൊണ്ട് അവൾ പതുക്കെ ചോദിച്ചു, ഞാൻ നിന്നോട് ചോദിച്ച് വാങ്ങിയതല്ലല്ലോ കണ്ണാ, എന്നിട്ടും എന്തിനാ എന്നെ ഇത്രയും നാണം കെടുത്തിയത്? ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോഴും അവൾ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. എന്തിനാ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ പാകത്തിൽ ഇങ്ങനെ ഒരു പരാജയമാക്കിയത്? തീർത്ഥവും പ്രസാദവും വാങ്ങി ഭഗവതി അമ്പലത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്നാണ് അവളുടെ തോളിൽ ആരോ മെല്ലെ പിടിച്ചത്. ദേവകി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കസവ് നേരിയതുടുത്ത് നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് പ്രായമായെങ്കിലും സുന്ദരിയായ ഒരു വയോധികയായിരുന്നു അത്. ആ അമ്മ ദേവകിയോട് ഒന്നും ചോദിച്ചില്ല. ആശ്വസിപ്പിക്കാൻ ഉപദേശങ്ങൾ നൽകിയതുമില്ല. കണ്ണീരൊപ്പാൻ ഒരു ചെറിയ കർച്ചീഫ് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ആ അമ്മ പതുക്കെ പറഞ്ഞു, മോളെ, കണ്ണൻ നമ്മുടെ കയ്യിൽ നിന്ന് പലതും എടുത്തു മാറ്റുന്നത് നമ്മളെ ശിക്ഷിക്കാനല്ല, ചിലപ്പോൾ അതിലും വലിയൊരു ദുരന്തത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിരിക്കും. അത്രയും മാത്രം പറഞ്ഞ ആ അമ്മ ജനക്കൂട്ടത്തിലേക്ക് നടന്നു നീങ്ങി. ദേവിക കണ്ണുകൾ തുടച്ച് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ആ വയോധിക അവിടുത്തെ
സഹസ്രങ്ങൾക്കിടയിൽ എങ്ങോ മറഞ്ഞിരുന്നു. മാസങ്ങൾ കടന്നുപോയി. കാലം ദേവികയുടെ മുറിവുകളെ പതിയെ ഉണക്കാൻ തുടങ്ങി. എമ്മയുടെ അവൾ കുറച്ചു ദൂരെ ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലി നേടിയിരുന്നു. വീട്ടിൽ ആരും പിന്നീട് വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചതേയില്ല. സ്വന്തം കാലിൽ നിൽക്കാനും സമാധാനത്തോടെ ജീവിക്കാനും ദേവിക പഠിച്ചു. ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ നിന്നും ആ വാർത്ത ദേവികയുടെ കാതുകളിലെത്തുന്നത്. അന്ന് വിവാഹം മുടക്കിപ്പോയ ആ യുവാവ് കടുത്ത മദ്യപാനത്തിനും ചൂതാട്ടത്തിനും അടിമയായിരുന്നു. വിദേശത്തെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ അവൻ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ജയിലിലായി. അവൻ്റെ ആദ്യത്തെ ഭാര്യ വിവാഹമോചനം നേടി പോവുകയും പിന്നീട് രണ്ടാമത് കഴിച്ച ബന്ധവും തകർച്ചയിലാവുകയും ചെയ്തു. ചുരുക്കത്തിൽ അയാളെ വിശ്വസിച്ച് കൂടെ പോയ പെൺകുട്ടിയുടെ ജീവിതം പൂർണ്ണമായും നരകതുല്യമായി മാറിയിരുന്നു. ആ വാർത്ത കേട്ട ദിവസം ദേവിക ഒരുപാട് കരഞ്ഞു. സങ്കടം കൊണ്ടല്ല, ഭയം കൊണ്ടും മനസ്സ് നിറഞ്ഞ നന്ദി കൊണ്ടും അവളുടെ ശരീരം പതുക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ അവൾ വീണ്ടും ഗുരുവായൂരിലെത്തി. ശ്രീകോവിലിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞത് 5 വർഷം മുമ്പ് ചുറ്റമ്പലത്തിൽ ഭഗവതി ക്ഷേത്രത്തിനടുത്ത് വെച്ച് കണ്ട വയോധികയായ ആ അമ്മയുടെ മുഖമായിരുന്നു. മോളെ, കണ്ണൻ നമ്മുടെ കയ്യിൽ നിന്ന് പലതും എടുത്തു മാറ്റുന്നത് നമ്മളെ ശിക്ഷിക്കാനല്ല, ചിലപ്പോൾ അതിലും വലിയൊരു ദുരന്തത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിരിക്കും. അപ്പോഴാണ് അവൾ ആ പരമമായ സത്യം തിരിച്ചറിഞ്ഞത്. അന്ന് ആ താലിയോടൊപ്പം ഒഴിഞ്ഞുപോയത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമായിരുന്നു വലിയൊരു ദുരന്തമായിരുന്നു എന്ന് മനസ്സിലാക്കി അവൾ കണ്ണീരോടെ ഭഗവാനോടും ഇടത്തരുകത്തുകാവിൽ ഭഗവതിയോടും കണ്ണീരോടെ നന്ദി പറഞ്ഞു. പിന്നീട് ദേവിക വിവാഹിതയായി. വലിയ സമ്പന്നനായ ഒരാളെയല്ല അവൾ തിരഞ്ഞെടുത്തത്, കൂടെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട കുടുംബത്തിലെ ഒരു സഹാധ്യാപകനെ. അദ്ദേഹത്തിന് വലിയ കൊട്ടാര സദൃശ്യമായ വീടോ ആഡംബരങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ മനസ്സമാധാനമുണ്ടായിരുന്നു, പരസ്പര ബഹുമാനമുണ്ടായിരുന്നു, അതിരുകളില്ലാത്ത സ്നേഹമുണ്ടായിരുന്നു. അതിലുപരി അദ്ദേഹം ഒരു ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു. കഥ പറഞ്ഞു നിർത്തിയപ്പോൾ ഞാൻ അവരോട് പതുക്കെ ചോദിച്ചു, അന്ന് ആ വിവാഹം മുടങ്ങിയതിൽ പിന്നീട് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ട വർഷങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമം തോന്നാറുണ്ടോ? ദേവിക ഒന്ന് പുഞ്ചിരിച്ചു. ദൂരെയുള്ള ശ്രീകോവിലിലെ പൊൻതാഴികക്കുടത്തിലേക്ക് നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, അന്ന് ഞാൻ കരഞ്ഞത് ഗുരുവായൂരപ്പൻ എന്നെ കൈവിട്ടുവെന്ന് കരുതിയായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അവൻ എന്നെ കൈവിട്ടിരുന്നിരുന്നില്ല. മാത്രവുമല്ല, തെറ്റായ കൈകളിലേക്ക് ഞാൻ വീണു പോകാതെ എന്നെ ആ കണ്ണൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയായിരുന്നു. ആ ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലും ആ ചിന്ത ബാക്കിയാവുകയായിരുന്നു. നമ്മൾ പലപ്പോഴും വലിയ നഷ്ടമെന്ന് കരുതി മനസ്സുരുകി കരയുന്ന ചില കാര്യങ്ങൾ വർഷങ്ങൾക്കു ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമായിരിക്കും മനസ്സിലാവുക അത് നമ്മളെ തകർക്കാനല്ലായിരുന്നു എന്നും അത് ഗുരുവായൂരപ്പൻ നമ്മോട് കാണിച്ച കാരുണ്യമായിരുന്നു എന്നും.